രമേശ് ചേട്ടാ ഇത് ഓട്ടോയ്ക്കാൻ പാർട്ടിക്കാർ വരുന്നുണ്ട് വാ. പ്രദീപേ, ഇവിടെ 5 ഓട്ടുണ്ട് നമുക്ക് കിട്ടാം. അതൊന്നും പുറത്തു പോവില്ല, അതൊക്കെ നമുക്കുള്ളാടോ. പ്രദീപേ, ഒരു നമസ്കാരം കൊടുത്തിട്ട്. നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? എൻ്റെ പേര് പ്രദീപ്. ഞാൻ ഈ വാർഡിൽ മത്സരിക്കുന്നുണ്ട്. നമ്മുടെ ചിഹ്നം തീപ്പെട്ടി. കഴിഞ്ഞ വർഷം ഇലക്ഷന് വാഗ്ദാനങ്ങളായിട്ട് കുറെ ആൾക്കാരോട് വന്നിരുന്നു. പിന്നെ ജയിച്ചിട്ട് അവര് പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. പ്രദീപ് അങ്ങനെയല്ല, എന്ത് വേണമെങ്കിലും നടത്തി തരും. എന്താണ് അങ്ങോട്ട് പറഞ്ഞോളൂ. ചേട്ടാ ഈ റോഡിന്റെ അവസ്ഥ ഒന്ന് നോക്കിയേ. ഈ റോഡൊന്നും ടാർ ചെയ്തിട്ടില്ല. നീ ജയിച്ചാൽ ഇതൊക്കെ ടാർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനെന്താ സംശയം കൊച്ചിനേട്ടാ? ഞാൻ ജയിച്ചു കഴിയട്ടെ, അപ്പൊ നമുക്കിത് ഫുള്ളായിട്ട് ടാർ ചെയ്ത് കൊടുക്കാം. അത് മാത്രല്ല പ്രദീപേ, ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അതും കൂടി ഒന്ന് ശരിയാക്കി കൊടുക്കും. ഒന്നല്ല, ഇവിടെ 1, 2, 3 ലൈറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലും കൂടുതൽ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ മറക്കണ്ട, നമ്മുടെ ചിഹ്നം തീപ്പെട്ടി. ഇത് മാത്രല്ല, ഈ വാർഡിലെ ഏറ്റവും പാവപ്പെട്ട ഒരു കുട്ടിക്ക് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ ഞാനൊരു ജോലി മേടിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്റെ ബന്ധത്തിൽ ഒരു പാവപ്പെട്ട കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കും. നമ്മളെ രമണി ചേച്ചിയുടെ മോള് പാർവതിക്കല്ലേ? അതന്നെ. അതൊരു നല്ല കാര്യ പ്രദീപേ. ചേട്ടാ കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കട്ടെ? വെള്ളമൊന്നും വേണ്ട. വോട്ട് ചെയ്യുമ്പോ മറക്കാതെ നമ്മുടെ ചിഹ്നം തീപ്പെട്ടിക്ക് കുത്തിയാ മതി. നമ്മളെ പ്രദീപേട്ടൻ ജയിച്ചു. തീപ്പെട്ടി അടയാളം. ഹാവു, രക്ഷപ്പെട്ടു. ഞാൻ അയാൾക്കാ വോട്ട് ചെയ്തേ. അടുത്ത കൗൺസിലർ അയാളാന്നാ പറയണ കേട്ടെ. നമ്മുടെ കാര്യങ്ങളൊക്കെ അടിപൊളിയാവും. അല്ല പ്രദീപേട്ടാ, നിങ്ങളിപ്പോ ജയിച്ചില്ലേ? നമ്മളെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം എന്തായി? ലൈറ്റ് ഞാൻ ഇട്ടല്ലോ. എന്റെ വീടിന്റെ മുന്നിൽ മൊത്തം ഇരുട്ടായിരുന്നു, അവിടെ നിറച്ച് ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ വീടിന്റെ മുന്നിൽ ടാർ ചെയ്യാന്ന് പറഞ്ഞതോ? അതും ഞാൻ ചെയ്തു. ഈ പ്രദീപിനെ ഒറ്റ വാക്കേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തു? എന്റെ വീടിന്റെ മുന്നിലെ റോഡേ മൊത്തം കുഴിയായിരുന്നില്ലേ, അത് ഞാൻ ഡീസന്റ് ആയിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒന്നല്ല, അയാളുടെ വീടിന്റെ മുന്നിലുള്ള റോഡാ ടാർ ചെയ്തത്. അപ്പൊ ശരി, ലേശം തിരക്കുണ്ടേ. കഷ്ടം. അല്ല പ്രദീപേ, ആ കാണാരേട്ടന്റെ ബന്ധത്തിലുള്ള ആ കുട്ടിക്ക് ജോലി മേടിച്ചു കൊടുത്തോ? ആ പാവപ്പെട്ട കുട്ടിയുടെ ജോലിയുടെ കാര്യല്ലേ, അത് ഞാൻ ശരിയാക്കിണ്ട്. ഏത് കുട്ടീരെ എപ്പ ശരിയാക്കി? ഈ വാർഡിലെ പാവപ്പെട്ട കുട്ടി ആരാണ്? എന്റെ ഭാര്യ ലക്ഷ്മി. അത് പാവം കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് പശുവിനെയും കറന്ന് പാലും വിറ്റ് വീട്ടിലെ പണികളും ചെയ്ത് ദുരിതത്തിൽ ജീവിക്കല്ലേ. അവൾക്ക് ഞാൻ ആ ജോലിയാക്കി കൊടുത്തു. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ എന്റെ പിന്നാലെ നടക്കണത്? നിങ്ങൾക്ക് വീട്ടിൽ വേറെ പണിയൊന്നുമില്ലേ? അവിടെന്നോ അവിടെ കൗൺസിൽ യോഗം തുടങ്ങാറായി. എനിക്ക് വേറെ പണിയുണ്ട്. അടുത്ത പ്രാവശ്യം അവൻ ഇങ്ങോട്ട് വരട്ടെ. അവനെ ഞാൻ കാണിച്ചും കൊടുക്കും. എന്ത് കാണിച്ചു കൊടുക്കാൻ? അടുത്ത പ്രാവശ്യം ഇതൊക്കെ തന്നെ നടക്കുള്ളൂ.